പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ തള്ളുകയായിരുന്നു സ്പീക്കർ. അതോടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. സ്പീക്കർക്കെതിരെ ബാനർ പ്രതിഷേധമുണ്ടായി. സ്പീക്കർ നീതി പാലിക്കണമെന്ന ആവശ്യമുയർത്തിയുള്ള ബാനർ സഭയിൽ ഉയർത്തി. പ്രതിപക്ഷം മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ സംസാരിച്ചു സഭയിൽ. അതിലേക്ക് ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല. അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ തെളിയിക്കുന്നത്. സാർ, കശുവണ്ടി മേഖലയ്ക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കശുവണ്ടി മേഖല പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു. ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും ക്യാപെക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ്. അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ തൊഴിലാളിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് 23% കൂലി വർദ്ധിപ്പിക്കാൻ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഇപ്പോൾ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് വരികയാണ്. ആ ശ്രീജിത്ത് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സഭ പിരിഞ്ഞിരിക്കുന്നു, വിവരങ്ങൾ. ഉന്മേഷ്, പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്ന് നടപടികൾ പൂർത്തിയാക്കി പിരിഞ്ഞിരിക്കുകയാണ്. 3 ബില്ലുകളടക്കം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം പാസ്സാക്കിക്കൊണ്ടാണ് സഭ പിരിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറും 20 മിനിറ്റും മാത്രമാണ് ഇന്ന് സഭ സമ്മേളിച്ചത്. ശൂന്യവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് നിരാകരിച്ചതോടെ ബഹളം ആരംഭിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP നേതാവിനെതിരായ നടപടി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് KPCC അധ്യക്ഷനും പേരാവൂർ MLA-യുമായ സണ്ണി ജോസഫ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചു. ഗൗരവമുള്ള വിഷയമല്ല, അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ തയ്യാറാകാതിരുന്നത്. ഇതിൽ പ്രകോപിതരായ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ഇടയ്ക്ക് സംസാരിക്കാൻ അനുവദിച്ചപ്പോൾ മാത്രമാണ് ബഹളം അല്പമൊന്ന് ശമിച്ചത്. സ്പീക്കറുടെ നിലപാടിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തി. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ വെടിയുതിർക്കുമെന്ന് പറഞ്ഞ ആ സംഭവം ചർച്ച ചെയ്യാത്തത് ഗുരുതരമായ പ്രശ്നമാണ്. ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല, നിസ്സാരമാണ് എന്ന സ്പീക്കറുടെ നിലപാടിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. എന്തായാലും പ്രതിപക്ഷ ബഹളം ശമിക്കാത്തതിലുള്ള ഇടയ്ക്ക് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറുന്നതും കാണാമായിരുന്നു. കൽപ്പറ്റ MLA T. സിദ്ദിഖ് അടക്കമുള്ളവരാണ് സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറിയത്. പിന്നീട് വാച്ചന്മാർ ഇടപെട്ട് T. സിദ്ദിഖിനെ താഴേക്ക് ഇറക്കുകയായിരുന്നു. സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള ബാനർ ഉയർത്തുന്ന കാഴ്ചയും സഭാതലത്തിൽ നിന്ന് കാണാമായിരുന്നു. സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനറാണ് ഉയർത്തിയത്. എന്തായാലും പ്രതിപക്ഷ ബഹളം ശമിക്കുന്നില്ല എന്ന് കണ്ടതോടെയാണ് സബ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കിക്കൊണ്ട് നിയമനിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ AN ഷംസീർ പ്രഖ്യാപിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് ഇന്ന് സഭ സമ്മേളിച്ചത്. ഇതിനിടയിൽ 3 ബില്ലുകളും ഇന്ന് സഭ വേഗത്തിൽ പരിഗണിച്ച് വിട്ടിട്ടുണ്ട്. ശ്രീജിത്താണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് വരും. ഈ വിഷയത്തിലുള്ള നിലപാട് അവർ പുറത്തിറങ്ങിയ ശേഷം വിശദീകരിക്കും. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് എതിരായ ചാനൽ ചർച്ചയിലെ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യണം, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചത്. പക്ഷേ ഇത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിക്കുകയായിരുന്നു. അതൊരു ചാനൽ ചർച്ചയിൽ ഉയർന്ന പരാമർശമാണ്. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. നിയമമന്ത്രി P. രാജീവ് സഭയിൽ സംസാരിക്കുമ്പോഴും എന്തുകൊണ്ട് ആ ചാനൽ ചർച്ചയിൽ ആ വിഷയം ഉയർന്ന ആ ദിവസവും അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസമൊന്നും ഈ വിഷയം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നില്ല എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നുള്ള വിമർശനമാണ് നിയമമന്ത്രിയും സഭയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. തൊട്ടു പിന്നാലെ പ്രതിപക്ഷം ഇപ്പോൾ
സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സഭ ഇന്നത്തേക്ക് പിരിയുന്നു. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുന്ന കാഴ്ചയും കണ്ടു. ഈ സഭാ സമ്മേളന കാലയളവിൽ ഉന്നയിച്ച മറ്റു വിഷയങ്ങളിലൊക്കെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് കണ്ടതാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ധനപ്രതിസന്ധി എന്നുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്യുകയുണ്ടായി. ആ അടിയന്തര പ്രമേയമൊക്കെ സഭ ചർച്ചയ്ക്കെടുത്തു. പക്ഷേ ഈ വിഷയത്തിൽ ചർച്ച അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് സ്പീക്കറുടെ ഡയസിന് മുൻപിലെത്തി പ്രതിപക്ഷ MLA-മാരുടെ പ്രതിഷേധം ഉണ്ടായത്. സ്പീക്കർ നീതി പാലിക്കുക എന്നുള്ള ബാനർ ഉയർത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.